മർത്ത യേശുവിനോട് പറഞ്ഞ ആ ചോദ്യം അല്ലെങ്കിൽ ആ ഉത്തരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അടിവരയിട്ട് ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പല മരണങ്ങളും പല കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് അർത്ഥമാക്കുന്നത് യഥാർത്ഥ മരണമല്ല, സമാധാനത്തിൻ്റെ മരണങ്ങൾ, സമാധാനം നഷ്ടപ്പെടുന്ന മരണങ്ങൾ, അതുപോലെ അസ്വസ്ഥതയുടെ ജീവിത മരണങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ പാപത്തിലേക്ക് വീണു പോകുന്നത്. അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാണ് പല കാര്യങ്ങളിലും ഞാൻ ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിച്ച വ്യക്തിയായിട്ട് മാറുന്നു. ദൈവം നഷ്ടപ്പെടുമ്പോൾ ഞാൻ മരിച്ച വ്യക്തിയായി മാറുന്നു. പലപ്പോഴും നമ്മൾ അവസാനമാണ് ദൈവത്തെ കൂട്ടിച്ചേർക്കുക. എല്ലാ കാര്യം തുടങ്ങി അങ്ങോട്ട് മുന്നോട്ട് പോകാതെ ആകുമ്പോൾ കുറേ ഭാരങ്ങളൊക്കെ വരുമ്പോൾ, അവിടെ നിന്ന് ഇവിടെ നിന്ന് തടസ്സങ്ങളൊക്കെ വരുമ്പോൾ ദൈവമേ എന്നൊരു വിളിയാണ്. അപ്പോഴല്ല നമ്മൾ ദൈവത്തെ വിളിക്കേണ്ടത്. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം. കർത്താവിൻ്റെ സാന്നിധ്യമുള്ള വ്യക്തിയായിട്ട് മാറുക എന്നുള്ളത് ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ചില സമയത്ത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു അഹങ്കാരമാണ് കയറും. കുറച്ച് പൈസയൊക്കെ ആകുമ്പോൾ പിന്നെ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അധികാരമൊക്കെ ആകുമ്പോൾ ഞാൻ തന്നെ മതി എന്ന ചിന്ത പിശാച് നമുക്കിങ്ങനെ തരും. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടും. പിന്നെ അവിടെയൊക്കെ ചില മരണങ്ങൾ സംഭവിക്കുക, സമാധാനം മരിക്കുന്നു, അതുപോലെ തന്നെ വഴക്കുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം.